ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. മതാചാരങ്ങളിൽ മാറ്റങ്ങൾ വേണമെങ്കിൽ ആ ആവശ്യം ഉയർന്നു വരേണ്ടത് ആ സമുദായത്തിൽ നിന്നാണെന്നും അടിച്ചേൽപ്പിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏകശിലാ വർഗീയതയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ജമിയത്തുൽ ഉലമ വജ്ര ജൂബിലി റാലിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. മതാചാരങ്ങളിൽ മാറ്റം വേണമെങ്കിൽ ആ ആവശ്യം ഉയർന്നുവരേണ്ടത് ആ സമുദായത്തിൽ നിന്നാണെന്നും അടിച്ചേൽപ്പിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏകശിലാ വർഗീയതയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ RSSന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം നോക്കിയാൽ എന്തിനും ഏതിനും മതവും ജാതിയും നോക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ അവരെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ദുരുദ്ദേശപൂർവമാണ് എന്ന് വ്യക്തമാണ്. ഭരണഘടനാ നിർമ്മാണ വേളയിൽ തന്നെ ഹിന്ദു നിയമം പരിഷ്കരിക്കുന്നതിനെ അന്നത്തെ സംഘപരിവാർ വിഭാഗങ്ങൾ എതിർത്തു. ബഹുഭാരിത്വത്തെയാണ് അവർ പ്രധാനമായും എതിർത്തത്. ഹിന്ദു നിയമത്തിൽ മാറ്റം വരുത്താൻ താണജാതിയിൽപ്പെട്ട അംബേദ്കർക്ക് എന്ത് അവകാശമെന്ന് അവർ ചോദിച്ചു. ഇക്കൂട്ടരാണിപ്പോൾ മറ്റൊരു മതത്തിനുമേൽ ഏകീകൃത സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ബഹുഭാര്യത്വം അവസാനിപ്പിക്കൽ, പിതാവിന്റെ സ്വത്തിൽ മകനോടൊപ്പം മകൾക്കും തുല്യ അവകാശം നൽകൽ, വിവാഹമോചനം നടക്കുമ്പോൾ സ്ത്രീക്ക് നീതി ഉറപ്പുവരുത്തൽ, ഇതൊക്കെയായിരുന്നു ഹിന്ദു കോഡ് ബില്ലിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ആ ബില്ലിനെതിരെ ആദ്യം രംഗത്ത് വന്നത് അന്നത്തെ RSS ആയിരുന്നു. ഹിന്ദുക്കൾക്ക് മേൽ പതിക്കാൻ പോകുന്ന ഒരു ആറ്റം ബോംബാണിത് എന്നായിരുന്നു അന്ന് അവര് ആ ബില്ലിനെ വിശേഷിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ.